എനിക്ക് ആകെയുള്ള വരുമാന മാർഗം എൻ്റെ യൂട്യൂബ് ചാനൽ മാത്രമാണ്. എനിക്ക് കീമോ എടുക്കാനുള്ള മരുന്നും അതുപോലെ ആ മരുന്നിൻ്റെ കൂട്ടത്തിൽ വേറൊരു 2 lakhs-ൻ്റെ മരുന്നും ഓരോ കീമോയ്ക്കും ഞാനത് ഉണ്ടാക്കണം. എനിക്കത് എങ്ങനെയാണ് എന്ന് എനിക്ക് ഇപ്പോഴും ഒരു ഇതില്ല. അതിനു വേണ്ടിയിട്ട് ഞാൻ ഈ യൂട്യൂബ് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാറ്. പ്ലീസ് രേണു, എന്താണത്? ഇങ്ങനെയൊന്നും വന്ന പബ്ലിക്കിന്റെ മുന്നിലോട്ട് വരാൻ പാടില്ല. അത് ചെയ്യരുതേ, പ്ലീസ് ഡോണ്ട് ഡു ദാറ്റ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രേണുസുതി എന്നുള്ള ഒരു വ്യക്തി നല്ല 10 പേര് അറിയുന്ന ഒരു പബ്ലിക് ഫിഗർ ആണ്, ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിലുള്ള ഒരു വ്യക്തിയാണ്, ബിഗ് ബോസ് ഫെയിമിലുള്ള വ്യക്തിയാണ്. ശരി, എല്ലാവർക്കും അറിയാം നിങ്ങൾക്ക് എന്താണ് ഇതുപോലെ ഒരു രോഗമായിട്ട് നിങ്ങൾ മല്ലിടുകയാണ് എന്ന്. അതുപോലെ തന്നെ എല്ലാവർക്കും അറിയാം നിങ്ങൾ ഇതാണ് കോട്ടയം മെഡിക്കൽ കോളേജിലാണ് ചികിത്സ എടുക്കുന്നത് എന്നുള്ള വിവരം എല്ലാവർക്കും അറിയാം. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഒരു ഒരു സിറ്റുവേഷനിൽ 2 ലക്ഷം രൂപ വീതം ഓരോ കീമോയ്ക്കും എടുക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അതിൽ ക്ലാരിറ്റി കൊടുത്തിട്ട് വേണം ചെയ്യാൻ. ബൈ ബിക്കോസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സാധാരണക്കാരുണ്ടല്ലോ ഇപ്പൊ രോഗം സ്ഥിരീകരിച്ച് നിൽക്കുന്നവര്, അപ്പൊ അങ്ങനെ സ്ത്രീകൾക്കാണല്ലോ കൂടുതലും, മെജോറിറ്റി ഓഫ് സ്ത്രീകൾക്കാണ് ഈ ഒരു അസുഖം കണ്ടുവരുന്നത്. അപ്പൊ അവരൊരു നിമിഷം വിചാരിക്കും, ഈശ്വര ഇത്രയധികം തുകയാവോ, മെഡിക്കൽ കോളേജിൽ പോലും ഇത്രയാവോ, അപ്പൊ ഞങ്ങളുടെ കയ്യിൽ ഒരു സാമ്പത്തിക സ്ഥിതി ഒന്നുമില്ല, അപ്പൊ ഞാനൊരു എന്റെ കുടുംബത്തിന്, എന്റെ മക്കൾക്ക്, അല്ലെങ്കിൽ എന്റെ ഹസ്ബൻഡിന്, എന്റെ ഫാമിലിക്ക് ഞാനൊരു ബാധ്യതയാവോ, ഭാവിയിൽ അതൊരു ലൈബിലിറ്റി ആയിട്ട് മാറുവോ എന്നൊക്കെ വിചാരിച്ച് മേ ബി അവരുടെ ജീവിതം അവിടെ കൊണ്ട് അവസാനിപ്പിച്ചേക്കാം, എന്തെങ്കിലും കടുങ്കൈ ചെയ്തേക്കാം. അപ്പൊ നീ ഒരു മേക്ക് ഷുവർ ചെയ്യുക, അല്ലെങ്കിൽ നീ ഒരു ക്ലാരിറ്റി കൊടുക്കുക. എനിക്ക് ഇന്ന കാരണം കൊണ്ടാണ് ഇത്ര തുകയായത്, എനിക്ക് ഇന്ന അസുഖമാണ്, എന്റെ അസുഖത്തിന്റെ തോത് ഇത്രയാണ്, എനിക്ക് ഇത്ര സ്റ്റേജ് ആണ്. അപ്പം അതൊക്കെ പറഞ്ഞു വെച്ചിട്ട് പബ്ലിക്കിലോട്ട് ഒരു ഇൻഫർമേഷൻ കൊടുക്കുക. അല്ലാണ്ട് രേണു എന്താണ് ഇവിടെ വന്ന് പറഞ്ഞിട്ടുള്ളത്, എനിക്ക് ജസ്റ്റ് ക്യാൻസർ ആണ്, ബ്രസ്റ്റ് ക്യാൻസർ ആണ്, ഇന്നടത്ത് ചികിത്സ എടുക്കുന്നു എന്നൊക്കെയാണ് പബ്ലിക്കിന്റെ മുന്നോട്ട് വന്ന് പറയുന്നത്. പക്ഷെ ഈ 2 ലക്ഷം രൂപയാകുന്നതിന്റെ കാരണങ്ങളും ക്ലാരിറ്റിയും കൊടുക്കണം. അല്ലെങ്കിൽ ഈ ഒരു കാര്യം കൊണ്ട് നമ്മൾ നമ്മൾ സർക്കാരിനെ ചോദ്യം ചെയ്യേണ്ടി വരും. കാരണം കാരുണ്യ ലോട്ടറി എന്ന് പറഞ്ഞ പരിപാടി തന്നെ ഈ ക്യാൻസർ രോഗികൾക്കുള്ളതാണ്. അപ്പം ഈ പൈസയൊക്കെ എങ്ങോട്ട് പോകുന്നു, സർക്കാർ ഇത് എങ്ങോട്ട് മറിക്കുന്നു നമുക്ക് ചോദിക്കേണ്ടി വരും. പിന്നെ അതുമല്ല ഈ ഇവർക്ക് വേണ്ടിയിട്ട്, ഈ ക്യാൻസർ പേഷ്യൻസിന് വേണ്ടിയിട്ട് ഒരുപാട് പദ്ധതി സർക്കാർ ആവിഷ്കരിക്കുന്നുണ്ട്. അപ്പൊ ഈ ഫണ്ടൊക്കെ എങ്ങോട്ട് പോകുന്നു? നമ്മുടെ ടാക്സിൽ നിന്നും കുറെ അധികം ഫണ്ടുകൾ ഇവർക്ക് വേണ്ടി എടുക്കുന്നുണ്ട്. അമൃതം അങ്ങനെയൊക്കെ പറഞ്ഞ് കുറെ അധികം ഇതൊക്കെ ഉണ്ട്, ചികിത്സ ഇതൊക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ എന്ത് കാണിക്കുന്നു? നമ്മൾ സർക്കാരിലോട്ട് വിരൽ ചൂടേണ്ട ഒരു അവസ്ഥയിലോട്ടാണ് രേണു ഈ കാര്യം കൊണ്ട് വെച്ചേക്കുന്നത്. നമ്മൾ ഈ സൊസൈറ്റി ജീവിക്കുന്ന ആൾക്കാരില്ലേ, നമ്മുടെ ടാക്സിൽ നിന്നും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഫണ്ട് പോകുന്നില്ല. അപ്പൊ നമ്മൾ ചോദിക്കണം, സർക്കാരിന് ചോദിക്കണം. ഈ BPL കാർഡ് എടുത്തിരിക്കുന്നതാണല്ലോ ഈ രേണു എന്ന് പറഞ്ഞ വ്യക്തി, ഇവർക്ക് എന്തുകൊണ്ട് ചികിത്സ നിഷേധിച്ചു? എന്തുകൊണ്ട് നിങ്ങൾ 2 ലക്ഷം രൂപ ഓരോ മരുന്നിനും വീതം വാങ്ങിച്ചു? അപ്പം ബാക്കിയുള്ളവരൊക്കെ എന്ത് പോകും? അപ്പൊ മറ്റുള്ളവർക്ക് ചികിത്സ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല എന്ന് നമ്മൾ ചോദിക്കേണ്ടി വരും. അതുകൊണ്ടാണ് പറഞ്ഞത്, എന്തൊരു കാര്യം പബ്ലിക്കിലോട്ട് കൊണ്ടിടുമ്പോഴത്തേക്ക് അത് ക്ലാരിറ്റിയോട് ചെയ്യുക, ക്ലാരിറ്റി കൊടുത്ത് ചെയ്യാൻ ശ്രമിക്കുക. ചുമ്മാ വന്നിട്ട് എന്തെങ്കിലും വിളിച്ച് പറയരുത്, നിന്റെ നേട്ടത്തിന് വേണ്ടിയിട്ട് അത് വിളിച്ച് പറയരുത്. അപ്പം ആൾക്കാർ പറയും നീ പറയുന്നത് നുണയാണെന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെയൊന്നുമല്ല, ഇത് കാണുന്ന ആൾക്കാരുടെയും കൂടെയാണ് പറഞ്ഞത്. ഇങ്ങനത്തെ ഒരു രോഗത്തോട് മല്ലിടുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കുക, സർക്കാർ നമ്മുടെ കൂടെ തന്നെയുണ്ട്. ഓരോ മെഡിക്കൽ കോളേജുകളാണെങ്കിലും ഈ വക മരുന്നുകളൊക്കെ നിസ്സാര തുകയ്ക്ക് കിട്ടും, ചിലപ്പോൾ ഫ്രീ ആയിട്ട് കിട്ടും. അവിടെ ഇല്ലെങ്കിൽ മാത്രം നമുക്ക് കാരുണ്യ എന്ന് പറഞ്ഞ ഒരു പദ്ധതിയുണ്ട്. അതല്ലെങ്കിൽ പല കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർ രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ എല്ലാം ഇതുകൊണ്ട് നമുക്ക് മരുന്നുകളൊക്കെ ഓൾമോസ്റ്റ് ഫ്രീ ആണ്. ഒരു 5000-10000 രൂപയ്ക്കൊക്കെ ഉള്ള മരുന്നുകളൊക്കെ അഥവാ വാങ്ങേണ്ടി വന്നാൽ വാങ്ങേണ്ടി വരുന്നുള്ളൂ. അപ്പൊ ഇതൊന്നും കണ്ടിട്ട് ആരും പാനിക്കാവേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊരു തെറ്റായ ഒരു ധാരണ തന്നെയാണ്. അപ്പം ഇതൊക്കെയാണ് വിഷയങ്ങൾ. രേണു ഒന്ന് ശ്രദ്ധിക്കുക, വീഡിയോ ഇടുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കുക. അപ്പം ശരി, ഓക്കെ.